ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുടെ തുടർച്ച പോലെയാണ് ഹൈക്കോടതി നിരീക്ഷണത്തിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിലുണ്ടായത്. ഹൈക്കോടതി പ്രത്യേകമായ കണക്ക് സൂക്ഷിക്കണം എന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും കോടികളുടെ കൊള്ളയാണ് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ നടന്നത്. ഇപ്പോൾ ഗവൺമെൻറ് അതിൽ നിന്ന് കൈയൊഴിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. കൈ കഴുകി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ദേവസ്വം മന്ത്രി ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പടം വെച്ചുകൊണ്ട് കേരളം മുഴുവൻ ഫ്ലെക്സ് ബോർഡ് അടിച്ച് അതിൽ നിന്ന് PR വർക്ക് നടത്തി ആഗോള അയ്യപ്പ സംഗമം നടത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ച ആളുകൾ ഇപ്പോൾ ആരെയും കാണാനില്ല. കട്ടവരെ കാണാനില്ല. ഇപ്പോൾ ആർക്കും പങ്കില്ല എന്ന് പറയണം. പിന്നെ ഇത് ആരാ നടത്തിയത്? ഇത് ഞങ്ങളാണ് നടത്തുന്നത്. ആഗോള അയ്യപ്പ സംഗമം അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടി, അയ്യപ്പ ഭക്തർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നടത്തുന്ന ശബരിമലയെ അങ്ങോട്ട് പുനരുദ്ധരിക്കും, ശബരിമലയിൽ മാറ്റമുണ്ടാക്കും, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കും, ഇതൊരു വലിയൊരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റും എന്നെല്ലാം അവകാശപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ആഗോള അയ്യപ്പ സംഗമം നടത്തിയവർ അവിടെ നടന്ന കൊള്ളയുടെ കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കൊള്ളയുടെ കഥകൾ. ഇല്ലാത്ത ആളുകളുടെ പേരിൽ ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞും താമസ സൗകര്യം കൊടുത്തു എന്ന് പറഞ്ഞും മാത്രമല്ല അവിടെ വന്ന ആളുകൾക്കെല്ലാം VIP പരിഗണനയാണ് കൊടുത്തത്. അത്രയും വലിയ ഫെസിലിറ്റീസാണ്. 5 സ്റ്റാർ ഹോട്ടലുകളിലാണോ അവരെ താമസിപ്പിച്ചത്? 5 സ്റ്റാർ ഭക്ഷണമാണോ അവിടെ കൊടുത്തത്? അവിടെ നടന്ന പരിപാടി എന്താണ്? അവിടെ ഗാനമേള നടത്തി എന്ന് പറഞ്ഞ് ബില്ല് എഴുതിയെടുത്തിരിക്കുക. എന്നിട്ട് അവസാനം ഗാനമേളക്കാർ പറഞ്ഞ് ഞങ്ങൾ നടത്തിയിട്ടില്ല. ഇതിൻ്റെ പേരിലൊക്കെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. ദേവസ്വം ബോർഡ് ഗവൺമെൻറ്റിന് പങ്കുണ്ട്. കാരണം സർക്കാരിൻ്റെ പിന്തുണയോടുകൂടിയാണ് ദേവസ്വം ബോർഡ് അത് നടത്തിയത്. ഈ സർക്കാർ നടത്തിയ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അന്നത്തെ അംഗങ്ങളും എന്ന് പറയുന്നത്. ഇവരെല്ലാവരും കൂടി ചേർന്ന് നടത്തിയതാണ്. പല സ്ഥലത്തും ആൾ കുറവായിരുന്നിട്ട് സഹകരണ വകുപ്പിലെ ജീവനക്കാരെയാണ് ദേവസ്വം മന്ത്രി, അദ്ദേഹം സഹകരണ വകുപ്പിൻ്റെ ചുമതല കൂടിയുണ്ട്, സഹകരണ വകുപ്പിലെ ജീവനക്കാരെ കൂടിയാണ് അവിടെ ഈ കാണികളായിട്ട് കൊണ്ടുപോയി ഇരുത്തിയത്. ആളുകൾ വരാതിരുന്നിട്ട്, പലരും സഹകരിക്കാതിരുന്നിട്ട്. അപ്പം അതിൻ്റെ പേരിലും ഇത്രയും വലിയ തട്ടിപ്പ് നടത്തി. കിടക്കയുടെ പേരിൽ വരെ തട്ടിപ്പ് നടത്തി. ഇത് പണ്ട് കൊല്ലത്ത് ഒരു കോർപ്പറേഷൻ പരിപാടി നടത്തിയപ്പോൾ കുതിരയെ കൊണ്ടുവന്നു എന്ന് കണക്കെഴുതി. കുതിരയെ കൊണ്ടുവന്ന വാഹനത്തിൻ്റെ നമ്പർ എഴുതി. അത് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് പരിശോധിച്ചപ്പോൾ കുതിരയെ കൊണ്ടുവന്ന വാഹനം മാരുതി കാറായിരുന്നു. മാരുതി കാറിൽ കുതിരയെ കൊണ്ടുവരാൻ പറ്റുമോ? അത്രയും ബിരുദന്മാരാണ് ഇവർ. മാരുതി കാറിൽ കുതിരയെ കൊണ്ടുവന്നെന്ന് പറഞ്ഞ് കണക്കെഴുതി വാഹനത്തിൻ്റെ കാശെഴുതി മേടിച്ച ആളുകളെ പോലെയാണ് ഇവരിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. എല്ലാം പരസ്പര വിരുദ്ധമായിട്ടുള്ള കണക്കുകളാണ്. നിങ്ങൾ ഹൈക്കോടതിയിൽ അവതരിപ്പിച്ച കണക്കിലാണ് ഈ തട്ടിപ്പ് മുഴുവൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAക്ക് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി നിയമസഭയിൽ കൊടുത്ത കണക്ക് ഇതിനൊക്കെ ന്യായീകരിക്കുന്ന അതുമായി പരസ്പര ബന്ധമില്ലാത്ത കണക്കാണ് ഹൈക്കോടതിയിൽ കൊടുത്തത്. ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു കണക്കും തമ്മിൽ യോജിക്കുന്നില്ല. അയ്യപ്പൻ്റെ പേരിൽ വേണോ ഈ തട്ടിപ്പ്? എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളതാണ്. അങ്ങായിരുന്നു ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചത്. അയ്യപ്പൻ്റെ ചിത്രത്തേക്കാൾ 3 ഇരട്ടി വലിയ ചിത്രമാണ് അങ്ങയുടെ ചിത്രം ഫ്ലെക്സിൽ മുഴുവൻ കേരളത്തിൽ വെച്ചിരുന്നത്. അയ്യപ്പനെ കാണാനുണ്ടായിരുന്നില്ല ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഹോർഡിങ്സിൽ. ശരിക്ക് അത്രയും വലിയ ചിത്രമാണ് മുഖ്യമന്ത്രിയുടെ വച്ചിരുന്നത്. എന്നിട്ടിപ്പോൾ എല്ലാവരും ദേവസ്വം മന്ത്രി അടക്കം എല്ലാവരും കൈകഴുകി പോയാൽ ഈ കോടികൾ കൊള്ളയടിച്ചതിന് ആര് ഉത്തരവാദിത്വം പറയും? കോടികളാണ് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ കൊള്ളയടിച്ചത്. അതിന് കണക്ക് പറഞ്ഞേ മതിയാവൂ. ആരാണ് അതിന് ഉത്തരവാദിയെങ്കിലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നേ മതിയാവൂ. ഈ കൊള്ള തുടരുകയാണ്. 2019 കൊള്ള നടത്തി, 2024 കൊള്ള നടത്താൻ ശ്രമിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ ഇത്രയും വലിയ ഒരു വിഷയമുണ്ടായി കേരളം മുഴുവൻ നിൽക്കുന്ന സമയത്താണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ നടത്തിയ തട്ടിപ്പ്. അത് ഗൗരവതരമായി അന്വേഷിക്കണം. സർക്കാരിന് അതിനകത്ത് പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്. അന്നത്തെ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വമുണ്ട്. ആരും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കേണ്ട. ദേവസ്വം ബോർഡിന് കൃത്യമായ കണക്ക് ഹൈക്കോടതി കൊടുക്കാൻ പറ്റുമോ? മന്ത്രി നിയമസഭയിൽ പറഞ്ഞ കണക്കും ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ പറഞ്ഞ കണക്കും തമ്മിൽ അന്തരമുണ്ട്. ഹൈക്കോടതിയാണ് പറഞ്ഞത് ഇതൊന്നും യോജിക്കുന്നില്ല. ഹൈക്കോടതിയാണ്, നമ്മളാരുമല്ല. ഹൈക്കോടതിയുടെ അഭിപ്രായമാണ്. ഹൈക്കോടതി കണക്കുകളിൽ, വരവ് ചെലവ് കണക്കുകളിൽ വൻ പൊരുത്തക്കേടെന്ന് ഹൈക്കോടതി. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കരാർ നൽകിയത് ടെൻഡർ നടപടികൾ പാലിക്കാതെ. വീട്ടിലെ പരിപാടിയൊന്നും അല്ലല്ലോ, നമ്മുടെ വീട്ടിലെ കല്യാണവും നടത്തിയതല്ലോ, പബ്ലിക് ഫണ്ട് കൊണ്ട് ചെയ്ത കാര്യമാണ്. പബ്ലിക് ഫണ്ട് കൊണ്ട് ചെയ്യുമ്പോൾ അതിന് ചില നടപടിക്രമങ്ങളുണ്ട്.
ടെൻഡർ നടപടിയില്ലാതെ ഇഷ്ടക്കാർക്ക് പന്തൽ പണിയാൻ കൊടുത്തു. നമ്മുടെ വീട്ടിലെ കല്യാണമാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം, ടെൻഡറൊന്നും വെക്കണ്ട, നാട്ടുകാരുടെ പൈസ അല്ലേ. ബില്ലും സാധനങ്ങളും തമ്മിൽ പൊരുത്തക്കേട്. പരിപാടിക്ക് എത്തിയവർക്ക് പ്രസാദം നൽകിയതിന് കണക്കില്ല. 150 കിടക്കകൾ വാങ്ങിയതിൽ 50 എണ്ണം കാണാനില്ല. ദേവസ്വം ബോർഡിൽ നിന്നും എടുത്ത 2 കോടി തിരിച്ചടച്ചില്ല. ഒരു പൈസ ദേവസ്വം ബോർഡിൽ നിന്ന് എടുക്കില്ല, എടുക്കുന്ന പൈസ തിരിച്ചടയ്ക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. കോടതിക്ക് കൊടുത്തിരുന്ന ഉറപ്പ്. ക്രമക്കേടുകൾ പ്രഥമ ദൃഷ്ട്യാ ഗുരുതരമായ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണെന്ന് കോടതി. GST ഇനത്തിലും പ്രശ്നം. ഇൻപുട്ട് ക്രെഡിറ്റിന് ബോർഡിന് അർഹതയുള്ളത് 1.07 കോടിക്ക്. റിട്ടേണിൽ കാണിച്ചിരിക്കുന്നത് 45.76 ലക്ഷം മാത്രം. 61 ലക്ഷത്തോളം രൂപ ബോർഡിൻ്റെ ഫണ്ടിലേക്ക് വകയിരുത്തിയിട്ടുണ്ടോ എന്നത് വ്യക്തതയില്ല. 2.80 ലക്ഷത്തിൻ്റെ കേബിളിംഗ് വർക്കുകൾ ബില്ലിൽ, എന്നാൽ അത് നടന്നതായി സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ഫണ്ട് വിനിയോഗം സംബന്ധിച്ച് കോടതിയുടെ കർശനമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. കോടതിയെ കബളിപ്പിക്കാൻ വേണ്ടി ഇപ്പം നടത്തിയത് കള്ളക്കണക്കാണ്. ഈ വിശദീകരണത്തിനൊരു കാര്യമില്ല. കോടതിയുടെ മുമ്പിലുള്ള കണക്ക് വെച്ചുകൊണ്ട് കോടതി എന്നോട് പറഞ്ഞിരിക്കുന്നത് കോടികളാണ് ഇതിൻ്റെ അകത്ത് നിന്ന് അടിച്ചു മാറ്റിയിരിക്കുന്നത്. ഒരുപാട് സ്പോൺസർഷിപ്പ് എന്ന പേരിൽ കള്ളപ്പിരിവ് നടന്നിട്ടുണ്ട്. ഇതിൻ്റെ പുറയിൽ കള്ളപ്പിരിവ് നടന്നിട്ടുണ്ട്. അയ്യപ്പൻ്റെ ആഗോള സംഗമം എന്ന് പറയുമ്പോൾ ഭക്തരായിട്ടുള്ള ആളുകളൊക്കെ പലരും ലക്ഷങ്ങളും കോടികളും ഒക്കെ കൊടുക്കും. അതിൻ്റെ ഒന്നും കണക്കില്ല. പൈസ കളക്ട് ചെയ്തതിൻ്റെ കണക്കില്ല, സ്പോൺസർഷിപ്പിൻ്റെ കണക്കില്ല, സാധനങ്ങൾ വാങ്ങിച്ചതിൻ്റെ കണക്കില്ല. 4000 പേർക്ക് പ്രഭാത ഭക്ഷണം, 5000 പേർക്ക് ഉച്ചഭക്ഷണം, 3000 പേർക്ക് രാത്രി ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അത്രയും പേരൊന്നും ഈ പരിപാടി പങ്കെടുത്തിട്ടില്ല. അവിടെ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചാൽ അറിയാമല്ലോ. അല്ലല്ല, അദ്ദേഹത്തിന് അതിൻ്റെ അകത്ത് ഉത്തരവാദിത്തമില്ലല്ലോ. അദ്ദേഹം അതിന് ശേഷം വന്ന ബോർഡ് പ്രസിഡന്റ് അല്ലേ. അതിന് മുമ്പുണ്ടായിരുന്നവരാണല്ലോ ഇത് നടത്തിയത്. അതാണ് ഞാൻ പറഞ്ഞത്, കൈ കഴുകി ഒഴിഞ്ഞു മാറുക എന്നതിനാണുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. എന്നാൽ പിന്നെ എന്തിനാ ആഗോള അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രിയുടെ ചിത്രം വെച്ചത്? PR വർക്കായിരുന്നല്ല മുഴുവൻ. ഗവൺമെൻറ് ആണല്ലോ ഞങ്ങളാണിത് നടത്തുന്നത് എന്ന് പറഞ്ഞത് അല്ലേ. ആ സമയത്ത് മുഴുവൻ ആഗോള അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പ ഭക്തരെ മുഴുവൻ കയ്യിലെടുക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര അവകാശവാദങ്ങളായിരുന്നല്ലോ. ഭയങ്കര അവകാശവാദങ്ങൾ. യോഗി ആദിത്യനാഥിൻ്റെ പ്രസംഗം വായിക്കൽ എന്തൊക്കെയായിരുന്നു ആ സംഗമ വേദിയിൽ നടന്നത്? രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നടത്തിയ ഒരു പരിപാടിയുടെ പരിസമാപ്തിയാണ് ഈ കാണുന്നത്. ഇപ്പം കൈ കഴുകി രക്ഷപ്പെടാൻ പറ്റില്ല. ഗവൺമെൻറ്റിനും അതിൽ പങ്കുണ്ട്, CPM-നും ഉണ്ട്. കാരണം CPM പൊളിറ്റിക്കലായിട്ട് വെച്ച അപ്പോയിൻ്റ് ചെയ്ത ദേവസ്വം ബോർഡാണത്. പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റാണ്. എല്ലാം പൊളിറ്റിക്കലായിട്ട് പശ്ചാത്തലമുള്ള ആളുകളാണ്. അവർക്കൊക്കെ പങ്കുണ്ട്. 2024-ൽ 2019-ൽ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി കോടീശ്വരന് വിറ്റ ആളുകൾ, സ്വർണം പൊതിഞ്ഞ ആളുകൾ, അത് ആരും കണ്ടില്ല എന്ന് കണ്ടപ്പോൾ 2024-ൽ വീണ്ടും കക്കാൻ ശ്രമിച്ചു എന്നാണ് കോടതി പറഞ്ഞത്. കോടതി പറഞ്ഞത് ഫേക്ക് അർജൻസി ഉണ്ടാക്കി വീണ്ടും സ്വർണം പൂശാൻ 2024-ൽ ശ്രമിച്ച ആളുകളാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. അന്ന് കോടതി കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ വീണ്ടും കൊണ്ടുപോയി അത് വിറ്റേനെ. 2024-ൽ ഫേക്ക് അർജൻസി എന്നാണ് കോടതി പറഞ്ഞത്. ഇല്ലാത്ത വ്യാജമായ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാക്കി ഇത് വീണ്ടും വിൽക്കാൻ, വീണ്ടും സ്വർണം കളവ് നടത്താൻ ശ്രമം നടത്തി. അപ്പോഴാണ് കോടതി പിടിച്ചത്. അതിന് നേതൃത്വം കൊടുത്ത അതേ സംഘമാണ് ഈ ആഗോള അയ്യപ്പ സംഘം. അതുകൊണ്ടാണ് ഞങ്ങൾ മന്ത്രി വാസവൻ രാജിവെക്കണമെന്ന് പറഞ്ഞത്. ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും സമരം നടത്തിയത്. UDF-ഉം പ്രതിപക്ഷം നടത്തിയ സമരത്തിൻ്റെ കാരണങ്ങൾ ഞങ്ങൾ പറഞ്ഞല്ലോ. അതിനെ അടിവരയിടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ തട്ടിപ്പിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇത് അമ്പലക്കള്ളന്മാരാണ്, ദൈവത്തിൻ്റെ മുതൽ കക്കാൻ വന്നിരിക്കുന്നവരാണ്. ആ സംഗമത്തിൻ്റെ പേരിൽ നടത്തിയ സ്പോൺസർഷിപ്പുകളും കള്ളപ്പിരിവുകളും അതിനെ സംബന്ധിച്ചൊന്നും ഒരു കണക്കുമില്ല. കോടികളാണ് ഇതിൻ്റെ പേരിൽ പിരിച്ചെടുത്തിരിക്കുന്നത്.